This is 24. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. കർണാടകത്തിൽ വീണ്ടും BJP സർക്കാർ. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് BS യെദ്യൂരപ്പ തന്റെ 4ാമത്തെ തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഒപ്പം കേരളത്തിൽ CPIയിൽ ആഭ്യന്തര തർക്കം മുറുകുന്നു എന്നാണ് സൂചനകൾ. കാനം എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് മടങ്ങിയെന്ന് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വാർത്തകളെല്ലാം വിശദമായി നമുക്ക് പരിശോധിക്കാം. വാർത്തകൾ വിശദമായി ആരംഭിക്കുന്നു. കർണാടകയിൽ BJP സർക്കാർ ഇന്ന് അധികാരമേൽക്കും. മന്ത്രിസഭാ രൂപീകരണത്തിന് BJP നേതാവ് BS യെദ്യൂരപ്പയ്ക്ക് ഗവർണർ അനുമതി നൽകിയിട്ടുണ്ട്. വൈകുന്നേരം 6 മണിക്കാണ് BS യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ച വിശ്വാസ വോട്ട് തേടിയേക്കും. ബുധനാഴ്ചയ്ക്ക് മുമ്പ് ധനവിനിയോഗ ബിൽ പാസ്സാക്കേണ്ട ഒരു സാഹചര്യവും നിലവിലുണ്ട്. എന്നാൽ BJP ഗവൺമെൻറ് ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ചത് വേണ്ടത്ര അംഗങ്ങളുടെ പിന്തുണ ഇല്ലാതെയാണ് എന്ന് കോൺഗ്രസും ജനതാദൾ എസും ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ BJP സർക്കാർ അധികാരമേൽക്കുന്നത് ഏറെ മണിക്കൂറുകൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിലാണ്. മന്ത്രിസഭാ രൂപീകരണത്തിന് BJP നേതാവ് BS യെദ്യൂരപ്പയ്ക്ക് കേന്ദ്ര അനുമതി അമിത്ഷാ നൽകുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ്. യെദ്യൂരപ്പ മാത്രമാകും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് ഞങ്ങളുടെ ബാംഗ്ലൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭൂരിപക്ഷം തെളിയിക്കാൻ യെദ്യൂരപ്പയ്ക്ക് ഗവർണർ ഒരാഴ്ച സമയം നൽകിയിട്ടുണ്ട്. ഇന്ന് 6 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞ നടത്തുമെന്ന് BS യെദ്യൂരപ്പ പറഞ്ഞു. ഇത് 4ാം തവണയാണ് യെദ്യൂരപ്പ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. I met Governor to form the government and take oath as Chief Minister of Karnataka. And he has given a letter, he has agreed. Today by 6 to 6:15, I am going to take oath as Chief Minister of Karnataka. For that, Governor also agreed. ദിലീപ് കുമാർ ചേരുന്നു ബാംഗ്ലൂരുവിൽ നിന്ന് തത്സമയം. ദിലീപ് കുമാർ, ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി യെദ്യൂരപ്പ ഒറ്റയ്ക്ക് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ബാക്കി മന്ത്രിസഭാംഗങ്ങളെ തീരുമാനിച്ചിട്ടില്ല. അതേസമയം വേണ്ടത്ര അംഗങ്ങളുടെ പിന്തുണ ഇല്ലാതെയാണ് യെദ്യൂരപ്പ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് എന്നൊരു ആരോപണം കോൺഗ്രസും ജനതാദൾ സെക്യുലറും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്ന് യെദ്യൂരപ്പ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവസാന നിമിഷങ്ങളിൽ കാര്യങ്ങൾ എത്തിയത്? അരുൺ, BJP കേന്ദ്ര നേതൃത്വം വിവിധ വശങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് യെദ്യൂരപ്പയ്ക്ക് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള അനുമതി നൽകിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ജൂലൈ 31-നകം ധനബിൽ പാസ്സാക്കണമെന്നുള്ള ഒരു കടമ്പ കൂടിയുണ്ട്. ജൂലൈ 31-നകം പാസ്സാക്കിയില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് സംസ്ഥാനം പോകേണ്ടി വരും. സംസ്ഥാനത്തെ ശമ്പള വിതരണം അടക്കമുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലാകും. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചതിന് ശേഷമാണ് യെദ്യൂരപ്പയ്ക്ക് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അനുമതി BJP കേന്ദ്ര നേതൃത്വം നൽകിയത്. അനുമതി ലഭിച്ച ഉടൻ തന്നെ രാവിലെ 10 മണിക്ക് BS യെദ്യൂരപ്പ ഗവർണർ വാജുഭായ് വാലയെ രാജ്ഭവനിൽ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 12:30 സത്യപ്രതിജ്ഞ ചെയ്യണമെന്നായിരുന്നു തുടക്കത്തിൽ അദ്ദേഹം രാജ്ഭവനിലേക്ക് പോകുമ്പോൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഗവർണറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വൈകിട്ട് 6-നും 6:15-നും ഇടയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ധാരണയായത്. മുഖ്യമന്ത്രി മാത്രമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുക. യെദ്യൂരപ്പയ്ക്ക് കർണാടക മുഖ്യമന്ത്രി കസേരയിൽ ഇത് 4ാം ഊഴമാണ്. ഒരാഴ്ച അദ്ദേഹത്തിന് സമയം നൽകിയിട്ടുണ്ട്. ജൂലൈ 31-നകം, അതായത് ബുധനാഴ്ചയ്ക്കകം സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് ഗവർണർ യെദ്യൂരപ്പയോട് ആവശ്യപ്പെട്ടത്. തിങ്കളാഴ്ച തന്നെ യെദ്യൂരപ്പ വിശ്വാസ വോട്ട് തേടിയേക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. വിശ്വാസ വോട്ടിൽ വിജയിച്ചതിന് ശേഷം മാത്രമായിരിക്കും മന്ത്രിസഭാ വികസനം. യെദ്യൂരപ്പയെ സംബന്ധിച്ച് സങ്കീർണമാകാൻ സാധ്യതയുണ്ട്. അത് വരും ദിനങ്ങളിൽ ഒരുപക്ഷെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കർണാടകയിൽ വഴിയൊരുക്കിയേക്കാം. ഗവർണറുടെ നടപടി BJPക്ക് കേവല ഭൂരിപക്ഷം ഗവൺമെൻറ് രൂപീകരിക്കേണ്ടതില്ല എന്ന രീതിയിലുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നതായി ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. നദ്ദയെയും അമിത്ഷായും കണ്ടിരുന്നുവെങ്കിലും ഒരു പച്ചക്കൊടി കിട്ടിയിരുന്നില്ല. തിടുക്കപ്പെട്ട് പ്രത്യേകിച്ച് സ്പീക്കർ വിമത MLA-മാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നീക്കം അപകടകരമാണെന്ന് BJP കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യമുണ്ടായിരുന്നു. നിലവിൽ ഈ ജൂലൈ 31-ന് ധനവിനിയോഗ ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണോ ഈ തിടുക്കപ്പെട്ട മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അനുമതി കേന്ദ്ര നേതൃത്വം കൊടുത്തത്? ഒരു ഘട്ടത്തിൽ യെദ്യൂരപ്പയെ മാറ്റും എന്ന രീതിയിലുള്ള ചില സൂചനകളും ഉണ്ടായിരുന്നു. ദിലീപ്,
അരുൺ, ഈ ധനബിൽ പാസാക്കുക മാത്രമല്ല BJP കേന്ദ്ര നേതൃത്വം കണക്കിലെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് യെദ്യൂരപ്പയ്ക്ക് മന്ത്രിസഭ രൂപീകരണം എന്ന ആവശ്യത്തിൽ യെദ്യൂരപ്പ ഉറച്ചുനിന്നു. മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യത്തിൽ അദ്ദേഹം ഉറച്ചുനിന്നു. ഇതുകൂടി കേന്ദ്ര നേതൃത്വം പരിഗണിച്ചിരുന്നു. BJP കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലുണ്ടായിരുന്ന മറ്റൊരു പ്രശ്നം, യെദ്യൂരപ്പ നേരത്തെ ഈ നിയമസഭയുടെ തുടക്കകാലത്ത് തന്നെ കേവലം 2 ദിവസം മാത്രം മുഖ്യമന്ത്രിയായിരിക്കുകയും പിന്നീട് ഭൂരിപക്ഷം തെളിയിക്കാനാവാതെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരികയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യം ഇനി ഉണ്ടാകരുത്. മാത്രമല്ല, വിമതരെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയുണ്ടാകരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതുമായി കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രി അധികാരത്തിലേറുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വൈകുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിരുന്നത്. ഇനിയിപ്പോൾ BJP കേന്ദ്ര നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം, വിമതരെ സംബന്ധിച്ച് അവരെ അയോഗ്യരാക്കിയാലും അല്ലെങ്കിൽ അവരുടെ രാജി സ്വീകരിച്ചാലും കുഴപ്പമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും കേവല ഭൂരിപക്ഷം BJPക്ക് ലഭിക്കും എന്നതാണ് BJP കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യെദ്യൂരപ്പയോട് മന്ത്രിസഭ രൂപീകരണവുമായി മുന്നോട്ട് പോകാൻ നിർദ്ദേശിച്ചിരിക്കുന്നതും. എന്നാൽ 6 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഫലം തിരിച്ചടിയാവുകയാണെങ്കിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുക എന്ന നിലയിലാണ് ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വം ആലോചിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഈ അടുത്തിടെ മാത്രം BJPയുടെ ദേശീയ കേന്ദ്ര ഓർഗനൈസിംഗ് സംഘടനാ സെക്രട്ടറിയായി നിയമിതനായ BL സന്തോഷ്, അദ്ദേഹം കർണാടകക്കാരനാണ്, യെദ്യൂരപ്പയുടെ ബദ്ധവൈരിയാണ്. അദ്ദേഹം കൂടി നൽകുന്ന കണക്ക് അതൊരു കാര്യം. മറ്റൊന്ന്, BJPയെ സംബന്ധിച്ച് മാർഗദർശക് മണ്ഡൽ എന്ന് പറഞ്ഞ് മുതിർന്ന നേതാക്കളെ വഴികാട്ടികളായി തീരുമാനിക്കുന്ന ഒരു പ്രായപരിധി 75 ആ 75 വയസ്സ് കഴിഞ്ഞ് 76 വയസ്സുള്ള യെദ്യൂരപ്പ കർണാടക മുഖ്യമന്ത്രിയാകുന്നു. ഈ കാര്യങ്ങളൊക്കെ BJP കേന്ദ്ര നേതൃത്വം പരിഗണിച്ചിട്ടുണ്ട്. ഏതായാലും വരും നാളുകൾ യെദ്യൂരപ്പയ്ക്ക് ശുഭസൂചകം ആയിരിക്കില്ല എന്ന് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ഇനി അടുത്ത ഘട്ടം വിശ്വാസ വോട്ടെടുപ്പിൽ ശക്തി തെളിയിക്കുക എന്നുള്ളതാണ്. ഈ തിങ്കളാഴ്ച വിശ്വാസ വോട്ടെടുപ്പ് നടക്കുമ്പോൾ വിമത MLA-മാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ഈ ഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും സൂചനകളുണ്ടോ? നിലവിൽ 3 പേരെ അയോഗ്യരാക്കിയിട്ടുണ്ട്, ഒരു സ്വതന്ത്രൻ, പിന്നെ 2 കോൺഗ്രസിൻ്റെ MLA-മാരെയും. അത് ഫെബ്രുവരിയിൽ നടന്ന വിപ്പ് ലംഘനവുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട വിപ്പ് ലംഘനത്തിനാണ്. ഇനി ബാക്കി നിൽക്കുന്നവരെ കൂടി അയോഗ്യരാക്കാനാണോ സാധ്യത? ഈ അയോഗ്യതയുടെ ഭയപ്പാടോടുകൂടി തിങ്കളാഴ്ചക്കുള്ളിൽ മറ്റൊരു ടെസ്റ്റിന് എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ? അരുൺ, മറ്റ് വിമതരുടെ കാര്യത്തിൽ ഉടൻ തന്നെ സ്പീക്കർ രമേഷ് കുമാർ തീരുമാനമെടുക്കും. കാരണം ഇനി പുതിയ നിയമസഭ ഇതിന് ശേഷം വിളിച്ചു ചേർക്കുകയും പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിലേക്ക് BJP കടക്കുകയും ചെയ്യും. അതിനു മുമ്പ് തന്നെ ഒരു തീരുമാനമെടുക്കും. വിമതർ ആരെങ്കിലും മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ കോൺഗ്രസ് ദൾ നേതാക്കൾക്കില്ല. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇവരുടെ രാജി അംഗീകരിക്കുക അല്ലെങ്കിൽ അയോഗ്യരാക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ ആകെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഇന്നലെ അയോഗ്യരാക്കിയ 3 പേരായതോടുകൂടി 224 എന്നുള്ളത് 221 ആയിട്ടുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം. വീണ്ടും മറ്റുള്ളവരുടെ 12 പേരുടെ കാര്യത്തിൽ കൂടി നടപടി വരാനിരിക്കുകയാണ്. അപ്പോൾ കേവല ഭൂരിപക്ഷത്തിനുള്ള അംഗസംഖ്യയും കുറയും. കേവല ഭൂരിപക്ഷത്തിനുള്ള മാജിക് നമ്പറിൻ്റെ അക്കത്തിൻ്റെ എണ്ണവും കുറയും. നിലവിലേതായാലും 105 പേർ BJP MLA-മാരുണ്ട്. ഒരാൾ സ്വതന്ത്രൻ H. നാഗേഷ് BJPയെ പിന്തുണയ്ക്കുന്നുണ്ട്. അങ്ങനെ 106 പേരുടെ അംഗബലം ഇപ്പോൾ നിലവിൽ BJPക്കുണ്ട്. മറുവശത്ത് സ്പീക്കർ അടക്കം 100 പേരുടെ പിന്തുണയാണ് കോൺഗ്രസ് ജനതാദൾ സഖ്യത്തിനുള്ളത്. അരുൺ, നിലവിൽ ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളിൽ കോൺഗ്രസ് ഈ വിമത MLA-മാരെ ബന്ധപ്പെടാനുള്ള എല്ലാ സാധ്യതകളും അന്വേഷിക്കുമോ? അതല്ല പൂർണ്ണമായും അവരത് ഉപേക്ഷിച്ച ഒരു ഘട്ടത്തിലാണോ? HD കുമാരസ്വാമി സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തില്ല എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും ഒരുപക്ഷെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്താനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കുറവാണ്. സിദ്ധരാമയ്യ ഇതുവരെ അക്കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. ശിവകുമാർ എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളിൽ അവർ ഈ വിമതരെ ബന്ധപ്പെടുന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ അവരിൽ നിന്ന് പിന്നോക്കം പോകുമോ അതല്ല തുടർന്നുകൊണ്ടേയിരിക്കുമോ? എന്താണ് നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന സൂചന? ദിലീപ്, അരുൺ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനിയുള്ള വിമത നേതാക്കൾ മടങ്ങി വരുന്നതായാലും പ്രശ്നമില്ല എന്ന നിലപാട് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. കാരണം ഈ വിമത നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് രമേശ് ജാർക്കിഹോളിയും മഹേഷ് കൂമത്തലിയുമാണ്. ഇവർ 2 പേരെയും അയോഗ്യരാക്കി കഴിഞ്ഞു. മറ്റുള്ള നേതാക്കളുടെ കാര്യത്തിൽ ഇനി മടങ്ങി വന്നാലും ഒരുപക്ഷെ സ്വീകരിച്ചേക്കാം. പക്ഷേ ഇതിൻ്റെ സൂചനകൾ ഇന്നലെ തന്നെ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കാവൽ മുഖ്യമന്ത്രി കുമാരസ്വാമിയും നൽകിക്കഴിഞ്ഞു. അതായത് ഇനിയുള്ള BJP അധികാരത്തിലെത്തിയാലും സ്ഥിരതയുള്ള സർക്കാരായിരിക്കും കർണാടകത്തിൽ വരാൻ പോകുന്നത് എന്ന സൂചന നേതാക്കൾ നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വരും നാളുകൾ
വലിയ വെല്ലുവിളിയായിരിക്കും BS യെദ്യൂരപ്പയ്ക്ക് മുന്നിലുള്ളത്. അരുൺ, ഇന്നെന്തായാലും ഒരു കാര്യം ഉറപ്പല്ലേ ദിലീപ്, ഇന്ന് മുഖ്യമന്ത്രിയായി യെദ്യൂരപ്പ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അതിനപ്പുറത്തേക്ക് മറ്റു മന്ത്രിമാരെ ഇന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യത കാണുന്നില്ലല്ലോ. തിങ്കളാഴ്ചയായിരിക്കില്ലേ മന്ത്രിസഭ വിശ്വാസ വോട്ടെടുപ്പ് തേടിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കില്ലേ മന്ത്രിസഭാ വികസനം ഉണ്ടാവുക? അരുൺ, തിങ്കളാഴ്ചയ്ക്ക് ശേഷമായിരിക്കും, വിശ്വാസ വോട്ടിൽ വിജയിച്ചതിന് ശേഷമായിരിക്കും മന്ത്രിസഭാ വികസനത്തിലേക്ക് BS യെദ്യൂരപ്പ കടക്കുക. നിലവിൽ തന്നെ 54 മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്ത് MLA-മാരായിട്ടുണ്ട്. 3 തവണയിലധികം ജയിച്ചവർ ഇത്തരത്തിൽ ഈ 54 പേരിൽ ഉൾപ്പെടുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രിയായ ജഗദീഷ് ഷെട്ടറുണ്ട്, മുൻ ഉപമുഖ്യമന്ത്രിമാരായിരുന്ന അശോക് ഉണ്ട്, അതോടൊപ്പം തന്നെ KS ഈശ്വരപ്പയുണ്ട്. അങ്ങനെ നിരവധി പേർ, ഉപമുഖ്യമന്ത്രി പദം ലക്ഷ്യമിടുന്ന ശ്രീരാമുലു, അങ്ങനെ ഇതുകൂടാതെ തന്നെ ഈ നേരത്തെ മന്ത്രിമാരായിട്ടിരുന്ന 31 പേർ ഇപ്പോൾ MLA-മാരായിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്നതും വലിയ വെല്ലുവിളിയാണ്. കാരണം കർണാടക നിയമസഭയിലെ അംഗങ്ങളുടെ കണക്ക് നോക്കിയാൽ 34 മന്ത്രിമാരെ വരെ മാത്രമേ ഉൾക്കൊള്ളാനാകൂ. അതുകൊണ്ട് അത്തരം മന്ത്രിസഭാ രൂപീകരണവും മന്ത്രിസഭയിൽ ആരെ ഉൾപ്പെടുത്തണമെന്നത് സംബന്ധിച്ചുമുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയും യെദ്യൂരപ്പയ്ക്ക് വലിയ കടമ്പയായി തീരാനാണ് സാധ്യത. ദിലീപാണ് ബാംഗ്ലൂരുവിൽ നിന്നും റിപ്പോർട്ട് നൽകിയത്. എന്തായാലും കർണാടകത്തിലെ ഒരു പ്രധാനപ്പെട്ട രംഗം കൂടി ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ബാംഗ്ലൂരുവിൽ തിരശ്ശീല ഉയരും. BS യെദ്യൂരപ്പ കർണാടകയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പക്ഷേ മന്ത്രിസഭയിലെ ബാക്കിയുള്ള അംഗങ്ങളെ ഇന്ന് പ്രഖ്യാപിക്കില്ല. അവരാരും തന്നെ സത്യപ്രതിജ്ഞയും ചെയ്യില്ല. തിങ്കളാഴ്ച വിശ്വാസ വോട്ടെടുപ്പ് തേടും BS യെദ്യൂരപ്പ. കർണാടക നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചതിനു ശേഷം മന്ത്രിസഭാ വികസനം ഉണ്ടാകും. പക്ഷേ അപ്പോഴും നിലവിൽ 56 സീനിയർ നേതാക്കൾ മന്ത്രിസഭയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. 34 അംഗങ്ങളെ മാത്രമേ യെദ്യൂരപ്പയ്ക്ക് തൻ്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. കർണാടകയിലെ നിയമസഭയിലെ അംഗങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ ഇനി വരും ദിവസങ്ങളിൽ നാടകം സംഭവിക്കുന്നത് എത്ര പേരെ ആയിരിക്കും, ഏതൊക്കെ ആൾക്കാരെ ആയിരിക്കും ക്യാബിനറ്റ് ബർത്ത് കൊടുക്കുക, ആരൊക്കെ അതിൽ വിമതശബ്ദം ഉണ്ടാക്കി പുറത്തു വരും തുടങ്ങിയ കാര്യങ്ങളാണ്. ദിലീപാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയത് ബാംഗ്ലൂരുവിൽ നിന്നും. എന്തായാലും 6 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. നമുക്കിനി കേരളത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് വരാം. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെതിരെ ആലപ്പുഴയിൽ പോസ്റ്റർ. CPI ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മതിലിലാണ് പോസ്റ്റർ പതിച്ചത്. കാനത്തെ മാറ്റൂ, CPI രക്ഷിക്കൂ എന്നാണ് പോസ്റ്ററിലുള്ളത്. എന്നാൽ പോസ്റ്റർ പതിച്ച സംഭവം താൻ കാര്യമാക്കുന്നില്ല എന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതികരിച്ചത്. പോസ്റ്റർ പതിച്ചത് തന്റെ പാർട്ടിക്കാരാണെന്ന് വിശ്വസിക്കുന്നില്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഇപ്പോഴും ഉറപ്പ് പറയുന്നില്ല, സ്വന്തം പാർട്ടിക്കാരല്ല എന്ന് കാനം പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. മറ്റു പാർട്ടിക്കാരായിരിക്കും എന്നേ പറയുന്നുള്ളൂ. സ്വന്തം പാർട്ടിക്കാരല്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അതേസമയം പോലീസ് നടപടിയെ വിമർശിച്ച് CN ജയദേവൻ രംഗത്തെത്തി. പോലീസ് നടപടി ഇടതുപക്ഷത്തിന് ഭൂഷണമല്ല എന്നായിരുന്നു CN ജയദേവന്റെ പ്രതികരണം. പോലീസിന്റെ നടപടികൾ ഒരു കാലത്തും ഇടതുപക്ഷത്തിനോ കമ്മ്യൂണിസ്റ്റുകാർക്കോ ഗുണകരമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. CPI നടത്തിയ സമരത്തിനോട് പോലീസ് കാണിച്ചത് കടുത്ത അതിക്രമമാണ്. മാത്രമല്ല MLA-യെ, പാർട്ടി ജില്ലാ സെക്രട്ടറിയെ, പാർട്ടി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയെ തെരഞ്ഞുപിടിച്ച് ഭീകരമായിട്ട് മർദ്ദിക്കുന്ന ചിത്രമാണ് കാണാനിടയായത്. അക്കാര്യത്തിൽ കടുത്ത നടപടി തന്നെ പോലീസിന് നേരെ, പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനിടെ ഇന്ന് CPI എറണാകുളം എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാതെ കാനം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സഹിൻ ആന്റണി, കാനം കണ്ണൂരിലേക്ക് മടങ്ങുന്നത് എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാതെയാണ്. എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാതെ പോകുന്നതിന് എന്തെങ്കിലും ന്യായീകരണം ഇപ്പോൾ കാനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടോ? എക്സിക്യൂട്ടീവിനെ നേരിടാൻ ഭയന്ന് കാനം പോയി എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ? അരുൺ, അത്തരത്തിൽ പറയാൻ കഴിയില്ലെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലുവയിലേക്ക് എക്സിക്യൂട്ടീവ് യോഗം, സാധാരണ CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് കലൂരാണ്, അല്ലെങ്കിൽ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത് കലൂരാണ്. എന്നാൽ ഇന്ന് ആലുവയിൽ മേഖല സമ്മേളനം നടക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മധ്യമേഖല റിപ്പോർട്ടിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ ആലുവയിലേക്ക് എക്സിക്യൂട്ടീവ് യോഗം ചേരാനും തീരുമാനിച്ചിരുന്നു എറണാകുളം ജില്ലാ കമ്മിറ്റി. കാരണം ഇതിൽ കാനം രാജേന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കാനം രാജേന്ദ്രൻ പങ്കെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആലുവയിലെ പാർട്ടി ഓഫീസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനിച്ചത്. 17 പേരാണ് ജില്ലാ എക്സിക്യൂട്ടീവിലുള്ളത്. ഈ 17 പേരും ജില്ലാ എക്സിക്യൂട്ടീവ് 2 മണിയോടുകൂടി പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ജില്ലാ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കില്ല എന്നാണ് അല്പനേരം മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഞാൻ കണ്ണൂരേക്ക് പോവുകയാണ്, ഞാൻ ജില്ലാ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴുള്ള മറുപടി ഇത്തരത്തിലാണ് ലഭിച്ചത്.
പക്ഷേ അദ്ദേഹം ഈ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകും. അരുൺ പറഞ്ഞതുപോലെ തന്നെ രൂക്ഷ വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടതായി വരും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഈ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാതെ മടങ്ങുന്നതെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും കാനം രാജേന്ദ്രൻ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് ഈ നേരത്തെ സഹിൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കമുള്ളവരുമായി സംസാരിച്ചപ്പോഴും അവർ പ്രകടിപ്പിച്ച ശുഭാപ്തി വിശ്വാസം എല്ലാ പ്രശ്നങ്ങളും ഇന്നത്തെ എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്ത് രമ്യതയിലേക്ക് എത്താം എന്നുള്ളതാണ്. കാനത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തങ്ങൾക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. കളക്ടർക്ക് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ജില്ലാ എക്സിക്യൂട്ടീവിൽ കാനത്തോട് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ സംസാരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ അക്കാര്യത്തിൽ അവർ നിരാശരാണോ? സ്വാഭാവികമായും കാനം പങ്കെടുത്തില്ലെങ്കിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നിരാശരാകേണ്ടതായി വരും. കാരണം അരുൺ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോൾ സുഗതൻ, അദ്ദേഹത്തിന് ക്രൂരമർദ്ദനമേറ്റ ഒരു വ്യക്തിയാണ്, അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഇവരെല്ലാം വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ്. തുടർ സമരങ്ങൾ ഇവർക്ക് അനുകൂലമല്ലാത്ത റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നതെങ്കിൽ തുടർ സമരങ്ങളെക്കുറിച്ച് പദ്ധതിയിടേണ്ടതെന്നാണ്. അക്കാര്യമെല്ലാം കാനത്തോട് അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കാനം ഇതിൽ പങ്കെടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും വലിയ പൊട്ടിത്തെറിയായിരിക്കും എറണാകുളം ജില്ലയിലെ CPI ഉണ്ടാവുക. സഹിൻ, ആലപ്പുഴയിൽ ഈ കാനത്തെ മാറ്റുക CPI രക്ഷിക്കുക എന്ന പോസ്റ്റർ പതിച്ചതുമായി ബന്ധപ്പെട്ട് കാനം പറഞ്ഞത് തൻ്റെ പാർട്ടിയിൽപ്പെട്ടവരായിരിക്കില്ല, അല്ലെങ്കിൽ അത് തനിക്ക് ഉറപ്പാണ്, അങ്ങനെ പോസ്റ്റർ പതിച്ചിട്ടുള്ളത് അവരായിരിക്കില്ല എന്നാണ്. ഇക്കാര്യത്തെക്കുറിച്ച് കാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സംശയമുള്ളതായിട്ട് തോന്നിയോ? കാനം പറഞ്ഞത് ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് നമുക്ക് നൽകിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റാരോ ആണ്, അത് കോൺഗ്രസ് ആവാം, അല്ലെങ്കിൽ CPM ആവാം, അല്ലെങ്കിൽ CPIയിലെ മറ്റേതെങ്കിലും വിഭാഗം, പക്ഷേ പാർട്ടിയിലുള്ളവരല്ല എന്ന കാര്യത്തിൽ കാനത്തിന് ഉറപ്പുണ്ട് എന്ന രീതിയിലല്ലേ പ്രതികരിച്ചത്? പാർട്ടിയിലുള്ളവരല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് CPIക്കാരായിരിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒന്ന്, ആരെങ്കിലും അത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് CPIക്കാരായിരിക്കില്ല, അല്ലെങ്കിൽ അവർ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. മറ്റൊന്ന്, ഈ അരുൺ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസോ CPMോ അങ്ങനെ മറ്റ് ഏതെങ്കിലും ഇതര പാർട്ടിക്കാരായിരിക്കാം ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. അരുൺ, സഹിൻ ആന്റണിയാണ് റിപ്പോർട്ട് നൽകിയത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ കാനത്തെ മാറ്റൂ CPI രക്ഷിക്കൂ എന്ന ഒരു പോസ്റ്റർ വന്നതിനെക്കുറിച്ചുള്ള കാനത്തിൻ്റെ പ്രതികരണമാണ്. അവർ CPIക്കാരായിരിക്കില്ല എന്ന് തനിക്ക് ഉറപ്പാണ് എന്നാണ് കാനം പ്രതികരിച്ചത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിലുള്ളത്, എറണാകുളത്ത് നടക്കേണ്ടിയിരുന്ന ജില്ലാ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ കാനം രാജേന്ദ്രൻ നിൽക്കുന്നില്ല. അദ്ദേഹം കണ്ണൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കാനത്തോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ. അത് നേരത്തെ 24നോട് പങ്കുവച്ചതുമാണ്. പക്ഷേ കാനം രാജേന്ദ്രൻ ജില്ലാ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്നില്ല എന്നതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. രാജ്യത്ത് ആൾക്കൂട്ട കൊലപാതകം വർദ്ധിക്കുന്നത് ചൂണ്ടിക്കാട്ടി സാംസ്കാരിക പ്രമുഖർ എത്തിയതിനിടെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാനങ്ങൾക്കും സുപ്രീം കോടതിയുടെ നോട്ടീസ്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ നേരിടാൻ നിയമനിർമ്മാണത്തിന് കേന്ദ്രം തയ്യാറാകുന്നില്ല എന്ന പൊതുതാൽപര്യ ഹർജിയിലാണ് നടപടി. അതേസമയം BJP നേതാക്കൾ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെ ഭീഷണിപ്പെടുത്തുന്നുവെന്നാരോപിച്ച് ആന്റണി MP ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിവരങ്ങളുമായി MP പ്രദീപ് കുമാർ ചേരുന്നുണ്ട്. പ്രദീപ് കുമാർ, നിലവിൽ ആന്റണി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി, അത് അനുമതി നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെ സുപ്രീം കോടതിയിൽ നിന്നും കേന്ദ്ര സർക്കാരിന് നോട്ടീസ് ലഭിക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി ഈ വിഷയത്തിൽ. എന്നാൽ മറുഭാഗത്ത് ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകർ, 62ഓളം സാംസ്കാരിക പ്രവർത്തകർ, കങ്കണ റാവുത്തിൻ്റെ നേതൃത്വത്തിൽ ഈ സാംസ്കാരിക പ്രവർത്തകർ നേരത്തെ ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പുതിയ ട്വിസ്റ്റുകൾ കൂടി ഈ വിഷയത്തിൽ ഉണ്ടാവുന്നുണ്ട്. എന്താണ് ഇന്ന് ഡൽഹിയിൽ നടന്നത് മൊത്തം ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ? അരുൺ, ഇപ്പോൾ ഈ ഒരു ആൾക്കൂട്ട കൊലപാതകം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അരുൺ, പ്രധാനമായും ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഈ ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ, അതായത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നേരിടാൻ സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ വർഷം വിധി പുറപ്പെടുവിച്ചിട്ടും അതിൽ വളരെ കാര്യക്ഷമമായ ഒരു നടപടി കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാനങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതി ലക്ഷ്യം അടക്കമുള്ള നടപടിയിൽ ഇവർക്കെതിരെ എന്തായാലും ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ചൂടുപിടിക്കുകയാണ്. സുപ്രീം കോടതിയുടെ നോട്ടീസ് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകർ, 49 സാംസ്കാരിക പ്രവർത്തകരുടെ കത്തിനെതിരെ നിലപാട് സ്വീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് MP പ്രദീപ് കുമാറാണ് ഡൽഹിയിൽ നിന്നും. ഇന്ന് കാർഗിൽ വിജയത്തിൻ്റെ 20ാം വാർഷികാഘോഷങ്ങൾ. അതിൻ്റെ ഭാഗമായി ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ ആഘോഷങ്ങൾ തുടങ്ങി. മോശം കാലാവസ്ഥ കാരണം ശ്രീനഗറിലാണ് രാഷ്ട്രപതി പുഷ്പാർച്ചന നടത്തിയത്. ഡൽഹിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ യുദ്ധസ്മാരകത്തിൽ സ്മൃതിചക്രം അർപ്പിച്ചു.
കരസേന മേധാവി ജനറൽ വിപിൻ റാവത്ത് വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, കാർഗിൽ യുദ്ധസ്മരണ ദിവസം എങ്ങനെയാണ് ആചരിച്ചത്? എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ചടങ്ങുകൾ? പ്രമുഖരുടെ സാന്നിധ്യം കാർഗിലിൽ ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാർഗിലിലെ ദ്രാസിൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികൾ നടന്നത്. രാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കേണ്ട പരിപാടിയായിരുന്നു അത്. എന്നാൽ രാഷ്ട്രപതിക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ദ്രാസിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. എങ്കിലും രാഷ്ട്രപതിയുടെ അഭാവം ഒഴിച്ചു നിർത്തിയാൽ വളരെ വിപുലമായിട്ടുള്ള പരിപാടികളോടെ വളരെ സജീവമായിട്ട് രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ പോലും പങ്കെടുത്ത പരിപാടിയായിട്ടാണ് അവിടെ നടന്നത്. 3 സേനാ മേധാവികളും ദ്രാസിലെ പരിപാടികളിൽ പങ്കെടുത്തു. അമർ ജവാൻ ജ്യോതിയിൽ, ദ്രാസിലെ അമർ ജവാൻ ജ്യോതിയിൽ 3 സേനാ മേധാവികളും പുഷ്പചക്രം അർപ്പിച്ചു. സമാനമായിട്ട് ശ്രീനഗറിൽ എത്തിയ രാഷ്ട്രപതി അവിടുത്തെ കന്റോൺമെന്റിൽ ധീര രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ചെയ്തത്. ഡൽഹിയിലെ യുദ്ധസ്മാരകത്തിൽ, ദേശീയ യുദ്ധസ്മാരകത്തിലും അതിവിപുലമായിട്ടുള്ള പരിപാടികളാണ് നടന്നത്. 3 സേനാ വിഭാഗങ്ങളുടെയും പരേഡുകളോടുകൂടി നടന്ന അനുസ്മരണ പരിപാടികൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് പങ്കെടുത്തത്. 3 സേനാ വിഭാഗങ്ങളുടെയും ഉപസേനാ മേധാവികൾ കേന്ദ്ര മന്ത്രിക്കൊപ്പം പങ്കെടുത്തു. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി ഉൾപ്പെടെയുള്ളവരും ആ ചടങ്ങിൽ പങ്കെടുത്തു. ഇവിടെയും കാർഗിലിലെ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളിൽ ചിലർ പങ്കെടുത്തു. രാജ്യത്തിന്റെ മറ്റ് വിവിധ ഭാഗങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും കാർഗിൽ അനുസ്മരണ പരിപാടികളും കാർഗിൽ വിജയ ദിവസ ആഘോഷവും നടന്നുകൊണ്ട് വരികയാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യം നേടിയ വിജയം, അത് പ്രതിരോധ രംഗത്ത് രാജ്യത്തിന്റെ ശക്തി വിളിച്ചോതുന്ന വിജയം, അത് വീണ്ടും അനുസ്മരിക്കപ്പെടുകയാണ് സമുചിതമായി രാജ്യത്തിപ്പോൾ. അരുൺ, കാർഗിൽ യുദ്ധസ്മരണ ദിവസം വലിയ ആഘോഷ പരിപാടികൾ നടക്കുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ യുദ്ധസ്മാരകത്തിൽ സ്മൃതിചക്രം അർപ്പിച്ചിട്ടുണ്ട്. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ശ്രീനഗറിലാണ് രാഷ്ട്രപതി ഈ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാനായി പുഷ്പാർച്ചന നടത്തിയത്. നമ്മളിനി മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. പ്രളയത്തിന്റെ സമയത്ത് ആകാശരക്ഷാ പ്രവർത്തനത്തിന് വ്യോമസേന ആവശ്യപ്പെട്ട 113 കോടി രൂപ ഒഴിവാക്കി തരണമെന്ന് കേരളം. ഇക്കാര്യം ആവശ്യപ്പെട്ട കേന്ദ്ര പ്രതിരോധ മന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് നൽകിയിട്ടുണ്ട്. വി എ ഗിരീഷ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. വി എ ഗിരീഷ്, നിലവിൽ രാജ്നാഥ് സിംഗിന് അയച്ചിരിക്കുന്ന കത്തിൽ 113 കോടി രൂപ ഒഴിവാക്കി തരണം എന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കത്തിന് അനുകൂലമായ നടപടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ ഈ ഘട്ടത്തിൽ? അരുൺ, ഇക്കാര്യത്തിൽ സംസ്ഥാനം ഇപ്പോൾ ആവശ്യം കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. 2018 കേരളം കണ്ട മഹാപ്രളയത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിനാണ് വ്യോമസേന 113 കോടി രൂപ ബില്ല് സംസ്ഥാന സർക്കാരിന് അയച്ചത്. എന്നാൽ 2017 ഓഖിയിലും 2018 പ്രളയത്തിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ കേരളത്തിൽ ഉണ്ടായി എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്നാഥ് സിംഗിന് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ജീവനും സ്വത്തിനും നഷ്ടമുണ്ടായി. അതോടൊപ്പം തന്നെ ഇത് കേരളത്തിൻ്റെ ദുർബലമായ സാമ്പത്തിക സ്ഥിതിക്ക് വലിയ ആഘാതമാണ് ഈ 2 ദുരന്തങ്ങളും ഏൽപ്പിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് തന്നെ 31,000 കോടി രൂപ അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണത്തിനായി വേണം. എന്നാൽ കേന്ദ്രത്തിൽ നിന്നും ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കേരളത്തിന് ലഭിച്ചത് 2,905 കോടി രൂപ മാത്രമാണ്. ഇത് കേരളത്തിൻ്റെ ആവശ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വളരെ ചെറിയ തുക മാത്രമാണ്. ഇപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളുടെയും, പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ പദ്ധതി, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. ഇത് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തിയാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി നടപ്പാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വ്യോമസേന ആവശ്യപ്പെട്ടിരിക്കുന്ന ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ സംസ്ഥാനത്തിന് കഴിയില്ല. അതിനാൽ തന്നെ ഈ 113 കോടി രൂപ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഈ 113 കോടി രൂപയുടെ ഇളവ് നൽകണം എന്നൊരാവശ്യമാണ് സംസ്ഥാന മുഖ്യമന്ത്രി കേന്ദ്രത്തിന് അയച്ചിരിക്കുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്രം ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നതിൻ്റെ സൂചനകളൊന്നും ഏതായാലും പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഒരുപക്ഷെ കേന്ദ്രം ഇതിന് അനുകൂലമായൊരു തീരുമാനം എടുക്കാതിരുന്നാൽ കേരളത്തിൽ ഇതൊരു രാഷ്ട്രീയ തർക്കമായി മാറാനുള്ള മറ്റൊരു സാധ്യത കൂടിയുണ്ട്. അരുൺ, വി എ ഗിരീഷാണ് റിപ്പോർട്ട് നൽകിയത്. എന്തായാലും പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
രക്ഷാപ്രവർത്തനത്തിന് സേനയുടെ സഹായം, പ്രത്യേകിച്ച് വ്യോമസേനയുടെ സഹായം തേടിയതിൽ 113 കോടി രൂപ കേന്ദ്രത്തിന് നൽകണം എന്ന ഒരു ബില്ല്, അത് ഇളവ് നൽകണം എന്നാണ് ഇപ്പോൾ കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജ്നാഥ് സിംഗിന് മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നുവെന്നാണ് VA ഗിരീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. വാർത്തകൾ വിശദമായി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ഉൾപ്പെടുത്തി റൗണ്ടപ്പ് ഒരു ചെറിയ ഇടവേളയ്ക്കു ശേഷം ഹർഷൻ ജോയിച്ചു. You are watching 24 from News Headquarters, Kochi.